ഹലോ ഗൈസ്, അപ്പം കാലിന് പേര് മറ്റൊരു ഡേയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല. ഓക്കെ, കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഡ്രാഗോ റേസ് ഒപ്റ്റെയിൻ ചെയ്യാൻ V4 ആക്കാനാണ് വേണ്ട ഉള്ളൊരു സ്ഥലം കാണിച്ചു തരാനുണ്ട്. ഇതാണ് ഈ ഒരു ടവർ പോലെ ടിക്കിയുള്ള ഒരു ടവറാണ്. ഇതിൻ്റെ ഒരു സൈൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സ്നേക്കിൻ്റെ സൈന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു സ്നേക്കിൻ്റെ സൈനാണ് സിമ്പിൾ. ഇതിൽ കുറേ യൂട്യൂബേഴ്സ് ഇതിൽ പറയുന്നുണ്ട് സ്നേക്ക് റേസ് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഡ്രാക്കോ റേസിൻ്റെ ഇതും പിന്നെ നമുക്ക് സ്ക്രോൾ ഉണ്ട്, ലെജൻഡറി സ്ക്രോള്, അങ്ങനെ ഓരോ സ്ക്രോൾ സംഭവങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതും സോഡൊക്കെ എൻചാൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഓക്കെ, ഹോളോസൈത്ത് എൻചാൻറ്റ് ചെയ്യണം നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ ഡെങ്കനിലൊക്കെ പോകുമ്പോഴാണ് ഹോളോസൈത്തിൻ്റെ ആ ഒരു ഉപകാരം വരുള്ളൂ. ഇപ്പം ഞാൻ യൂസ് അതിനെ കൊണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ കൊള്ളാന്ന് വെച്ചാൽ സ്ലോ അല്ല, കുഴപ്പമില്ല. ഇവിടെയാണ് സംഭവം, കണ്ണടിയാണ് ഡ്രാഗൺ ടാലൻ സേജ്. ഇവിടെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ക്രാഫ്റ്റ് തന്നെ കൊന്നു കേട്ടോ, അപ്പം കൊല്ലു തന്നെ. എന്താ ഓണർ പോണെങ്കിൽ പോട്ടെ, അല്ലാതെ നോ യൂസ്. നല്ലതിനാ ഓണർ ഇട്ടത്. ഇപ്പം 2.5 തന്നെ കുഴപ്പമില്ല. പോയില്ല കേട്ടോ. ഹോളോസൈത്ത് കൊള്ളാം കേട്ടോ. ആക്ച്വലി അത് നല്ല ഒരു സോഡെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മെത്തിക്കൽ സോഡ ഒരെണ്ണം ഉള്ളതുകൊണ്ടല്ല. CDK ഈസ് ബെറ്റർ ദാൻ ഹോളോസൈത്ത്, അത് ഞാൻ പറയുമ്പോൾ. ഹോളോസൈത്ത് ഡങ്കനിൽ മാത്രമല്ല ഗ്രൈൻഡ് ചെയ്യാനും കൊള്ളാം. കാരണം എന്ന് വെച്ചാൽ യാമ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ കുറച്ച് യാമ വെച്ച് നോക്കിയാൽ യാമയാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതും കൂടെ വെച്ച് നോക്കണം. നമ്മളൊരു ഒരു പ്രാവശ്യം നമ്മൾ വെട്ടി ഒരു എനിമീനെ, അപ്പോൾ അടുത്ത വെട്ടാനുള്ള ഡ്യൂറേഷൻ ഷാർക്ക് ആരൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഹോളോസൈത്തിന് കുറവാണ്. പെട്ടെന്ന് ഡ്യൂറേഷൻ കുറയും, മനസ്സിലായോ? അത്രയും ഡ്യൂറേഷൻ വരത്തില്ല ഷാർക്ക് അങ്ങനെ കൂടും. യാമ ഹോളോസൈത്തിനെ കാട്ടി കുറവാണ് ഡ്യൂറേഷൻ, പെട്ടെന്ന് അത്രയും കൂടുതൽ വരത്തില്ല, മനസ്സിലായോ? ഇതിനെക്കാട്ടി കുറവായിരിക്കും. ഫിഷിംഗ് റോഡൊക്കെ നമുക്ക് ഒരു കോമൺ ഉണ്ടാക്കി തരണം. ഉണ്ട്, 8 എണ്ണം ഉണ്ടാക്കാം, 6 എണ്ണം ഉണ്ടാകാം. റെയർ സ്ക്രോളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, 2 മാക്സിമം ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കുന്നില്ല വേറെ. ഇപ്പം എൻ്റെ ഇപ്പം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കട്ടെ. സ്റ്റേഷനല്ലേ ബാക്ക് പാക്കിലാണ് മറ്റേ ഫ്രൂട്ട്സിലാണെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ലെജൻഡറി സ്ക്വാഡ് ആയുള്ളൂ. എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് ഫിഷ് ചെയ്ത് കിട്ടിയെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ സബ്മറൈൻ്റെ അതിട്ടിരുന്നു. സബ്മറൈൻ അൺലോക്ക് ചെയ്യാനുള്ള ഒരു ബോസിനെ കൊല്ലുണ്ട്, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അവനെ കൊല്ലാം. അവൻ്റെ പേര് ടൈറന്റ് ഓഫ് ദി സ്കൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല. ഓക്കെ, എനിക്ക് ആ പേര് ഒന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഓക്കെ, ടൈറന്റ് ഓഫ് ദി സ്കൈസ്. അവൻ സ്പോൺ ആവുന്നത് ഇവിടെയാണ്, റാൻഡമായി സ്പോൺ ആവില്ല. ഇത് വെയിറ്റ്, ഒരു കണ്ണൂടാക്കിയ എനിക്ക് ആരായിട്ട് ഗ്രൈൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. നോക്കട്ടെ, എന്നോട് ആരാ നിൽക്കുന്നുണ്ട് കുറേ. ടൈറന്റ് ഓഫ് ദി സ്കൈസ് ഇങ്ങനെയാണ് സ്പോൺ ആക്കുന്നത്. ഇവിടെ ഈ ഒരു ഇത് ഈഗിളാണ് കേട്ടോ. കുറേ ഒരു കാക്കയെന്നൊക്കെ പറഞ്ഞു.
ഈഗിളാണ് ഇത്. ഈഗിളിൻ്റെ അതിൻ്റെ ഈ ഒരു ഇതാണ് കാണിച്ചു തരാം. കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കണ്ണ് കണ്ടുണ്ട്, ഞാൻ പോയിന്റ് ചെയ്യണ ഒരു കണ്ണ്. ഈ ഒരു കണ്ണ് ഇതും കൂടാണ്ട് നമ്മുടെ ഇതേപോലെ എന്ന് വെച്ചാൽ ഇപ്പുറത്ത് കാണിച്ചു തരാം. കാണിക്കണ ഈ ഒരു കണ്ണ് പോലെ റെഡായ ചായ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സ്മോൺ ആവും. ഇവിടെ നിൽക്കുന്നിടത്ത് സ്മോൺ ആവും. പ്ലസ് നമ്മൾ ഇവിടുത്താണ്ട് ഈ ഒരു ചട്ടിയും കലമൊക്കെ പൊട്ടിച്ചെടുക്കണം. എനിക്ക് ടയർ എഞ്ചാൻ്റെ സ്മോൺ ആവും. നമ്മൾ അതിൻ്റെ പിറകെ ഒരിക്കലും പോവല്. പിറകെ പോയാൽ അവൻ നമ്മളെ പിറകെ തന്നെ വരും. നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ ഇവിടെ തന്നെ അവൻ എത്ര പേർ സ്പോൺ ആവും. ഇവിടെ നിന്നൊന്നും ഓക്കെ. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. ഇത് ഇവനെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സബ്മറൈൻ അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒന്ന് ടയർ സ്പോൺ ആക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് വീഡിയോ.